RIS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ അനുപ്രേക്ഷ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ട്രാൻസ്ഫർ മാർക്കറ്റിലെ ന്യൂസുകളെ കുറിച്ചാണ്. എടുത്തു പറയേണ്ടത് ബാഴ്സയുടെ ട്രാൻസ്ഫർ മാർക്കറ്റിനെയും കാട്ടി ഒരു ഗ്രേറ്റ് ന്യൂസ് ഉണ്ട് ബാർസലോണ ഫാൻസിന്. അതെന്തുപറ്റി? അതെന്താന്ന് വെച്ചാ 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതി സ്പോട്ടിഫൈ ക്യാമ്പ് ന്യൂ അങ്ങനെ റിനോവേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് അല്ലേ? അടിപൊളി. അത് ഇപ്പോ FB പേജ്, ബാഴ്സലോണിന്റെ FB പേജുകളിലും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. 10/8/2025 റിനോവേഷൻ കഴിഞ്ഞിട്ട് സ്പോട്ടിഫൈയില് ജോൺ ക്യാമ്പർ ട്രോഫി നടക്കാൻ പോകുന്നു ബാഴ്സലോണ. അത് എല്ലാ സീസൺ തുടങ്ങുന്ന മുമ്പ് നടക്കുന്ന ഒരു മത്സരമാണ്. അപ്പൊ അതില് ക്യാമ്പ് നൗ തിരിച്ചു വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും കുറെ കാലമായിട്ട് ക്യാമ്പ് നൗവിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു അത് വേറൊരു വൈബ് തന്നെയാണ്. ക്യാമ്പ് നൗവിൽ ഇരുന്ന് കളി കാണുക, ആ കളി നമ്മൾ TV കാണുക എന്നുള്ളതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ആ ഒരു സ്റ്റേഡിയം നിറഞ്ഞു നിന്നിട്ട് കാറ്റലൻ പതാകകളൊക്കെ ഇങ്ങനെ വീശിയിട്ടുള്ള ആ ഒരു ക്രൗഡിന്റെ ഒരു ഇതുണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ്. അതിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് ബാഴ്സ ഫാൻസിനെയും അതേപോലെ പ്ലേയേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് നിക്കോ വില്യംസിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് ഒക്കെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അവസാനം ഉള്ള അപ്ഡേഷൻ എന്താന്ന് പറഞ്ഞാൽ നിക്കോ വില്യംസ് ആളെല്ലാ ടേംസ് കണ്ടീഷൻ ഒക്കെ എഗ്രി ആണ്. ബാഴ്സയായിട്ടുള്ള സാലറി 8 മില്യൺ മുതൽ 12 മില്യന്റെ ഉള്ളിലായിരിക്കും, ചിലപ്പോൾ 8 മില്യൺ തന്നെ ആയിരിക്കും ക്ലോസ് ചെയ്യുക. അത് കരാർ 5 വർഷം എല്ലാം ഓക്കെയാണ്. പക്ഷെ അറ്റ്ലന്റിക് ബിൽബാവോക്ക് വിടാൻ റെഡിയല്ല. ബാഴ്സയ്ക്ക് ആണെങ്കിൽ ഈ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ 58 മില്യൺ ഒറ്റയടിക്ക് കൊടുക്കാൻ നോക്കാതെ അവർ ഇൻസ്റ്റാൾമെന്റോട് എന്താ പറഞ്ഞാൽ അവർക്ക് വേറെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനുണ്ട്, അതേപോലെ സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അറ്റ്ലന്റിക്കോന്റെ പ്രസിഡന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാലിഗിനെ പോയി സമീപിച്ചിരിക്കണു. എന്ന് പറഞ്ഞിട്ടെന്നറിയോ? ബാഴ്സയ്ക്ക് ഞങ്ങള് ഇങ്ങനെ സൈൻ ചെയ്യരുത്, അവർക്ക് അതിനുള്ള സാമ്പത്തിക ഇതില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞാല് അവർക്ക് അത് വിടാനുള്ള, നിക്കോ വില്യംസിനെ വിടാനുള്ള താല്പര്യമില്ല. നിക്കോ വില്യംസിന് സാലറി കൂടുതൽ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സീസണിൽ നിക്കോ വില്യംസ് ഏകദേശം കൺഫേം ആണ്. ഈ അടുത്ത ആഴ്ചകളിലായിട്ട് റിലീസ് ക്ലോസ് കൊടുക്കുന്നൊക്കെയാണ് ഒരുപാട് ന്യൂസ് പേപ്പറും. പക്ഷെ ഇത് വിട്ടു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിക്കോ വില്യംസിന്റെ സ്വപ്നം, ബാഴ്സയിലേക്കുള്ള സ്വപ്നം ഒരിക്കലും നടക്കൂല. അത് ബാഴ്സ ഇപ്പൊ 2ാം വർഷം, കഴിഞ്ഞ സീസണിൽ ഇതേപോലെ കിട്ടിയില്ല എന്നിട്ട് അവസാനം എന്തായി, ലാസ്റ്റ് കോൺട്രാക്ട് റിന്യൂ ചെയ്തു. പിന്നെ ലപ്പോർട്ട പറഞ്ഞു ഞങ്ങള് നിക്കോ വില്യംസ് വിഷ് ചെയ്യണു ഫോർ ഓൾ ദി ബെസ്റ്റ് ഫോർ ഹിസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് വിട്ട്. എന്നിട്ട് അടുത്ത പിന്നെയും. പക്ഷെ അവിടെ ഇപ്പൊ അറ്റ്ലന്റിക് ബിൽബാവോന്റെ കുറെ വാൾസുകളിലൊക്കെ നിക്കോ വില്യംസിന്റെ ഒക്കെ ഇതൊക്കെ മാച്ച് കളയുന്നു ഫാൻസ്. അതേപോലെ ഇങ്ങനെയുള്ള ഒരുപാട് റൂമേഴ്സ് ഏകദേശം ബാഴ്സയോട് അടുത്തു തന്നെ പറയാൻ പറ്റും. ഇപ്പൊ അടുത്തൊരു അപ്ഡേറ്റ് ബാഴ്സലോണയെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് റൂണി ബൈജാനാണ്. റൂണി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ്. ഇനിയിപ്പോ ആള് കളിയൊക്കെ നിർത്തിയിട്ട് പിന്നെ രണ്ടാമത് വാസിക്ക് വേണ്ടി കളിക്കാൻ വരാൻ റൂണി ബൈജാൻ എന്ന് പറയുന്ന സ്വീഡിഷ് താരം. ചങ്ങായി കുവൈത്തിൽ ജനിച്ച് സിറിയൻ ദമ്പതികളുടെ മകനാണ്. ആള് സ്വീഡനിലാണ്, പക്ഷെ സ്വീഡന്റെ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചങ്ങായിനെ ബാഴ്സ കൊണ്ടുവരുന്നത് പറഞ്ഞാല് യമാലിന് ഒരു ബാക്കപ്പ് ആയിട്ടാണ് 19-കാരനായ റൂണിനെ കൊണ്ടുവരുന്നത്. റൂണിക്ക് വിങ്ങുകളിൽ നല്ല സ്കില്ലും കാര്യങ്ങളും ഉണ്ട്. നേരത്തെ അറിയപ്പെട്ടത് 2022 തവണ ആള് യമാലിന്റെ പ്രായമുള്ള സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ 3-3 നിൽക്കുന്ന സമയത്ത് 87-ാം മിനിറ്റില് ഈ ചങ്ങായി ഗോൾ അടിച്ച് ഇവരെ വിജയിപ്പിക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തില് ഇവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചങ്ങായി കളിക്കാരന്റെ ഗോൾ അടിക്കുന്നതാണ്. അതേപോലെ അന്ന് അറിയപ്പെട്ടതാണ്. പിന്നെ ഒരു നീണ്ടകാലം ആൾക്കൊരു ഇഞ്ചുറി പറ്റിയിട്ട് 1 വർഷത്തോളം കളിക്കാതിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നിട്ട് പിന്നെയും ചെറിയ ഇഞ്ചുറികളൊക്കെ ആയിട്ട് ഇപ്പോഴാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഫുൾ ടൈം ആയിട്ടൊരു സീസൺ കിട്ടിയിട്ടില്ല. അതിന് ബാഴ്സയിൽ കിട്ടുമെന്നുള്ളത് നമുക്ക് കണ്ടത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ യമാലിന്റെ ബാക്കപ്പ് ആയിട്ടാണ് വരുന്നത്. എന്താ പറയുക, കഴിഞ്ഞ സീസണിലൊന്നും ഇപ്പൊ യമാലും റഫീനിക്കൊന്നും വലിയ പരിക്കുകളൊന്നും ഇല്ലാണ്ടാണ് പോയത്. പക്ഷെ ഈ സീസണിൽ അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ടൊക്കെയാണ് അതെ. അതുമല്ല, ഇഞ്ചുറീസ് ഉണ്ട് സ്വാഭാവികമായിട്ട്. ബാഴ്സയ്ക്ക് കഴിഞ്ഞ സീസണിലും അറിയാലോ, അവസാനം കുണ്ടയും ബാൾഡേക്കും പരിക്ക് പറ്റിയതുകൊണ്ടാണ് ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നം അവർക്ക് സെമിഫൈനലിൽ അവസാനിക്കേണ്ടി വന്നത്. പക്ഷേ ഈ കഴിഞ്ഞ സീസണിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ലെവൻഡോസ്കിക്ക് പരിക്കുണ്ടായിരുന്നു. ലെവൻഡോസ്കി പരിക്കുള്ള കാരണം, അല്ലെങ്കിൽ എംബാപ്പനെ പുറകിലാക്കിയിട്ട് ഗോൾഡൻ ബൂട്ട് അടിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ റഫീനയ്ക്ക് പരിക്കുണ്ടായിരുന്നില്ല, യമാലിന് പരിക്കുണ്ടായിരുന്നില്ല, അതേപോലെ കുറെ ആൾക്കാർക്ക് പരിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെയാണ്
അതുകൊണ്ടൊക്കെയാണ് ബാഴ്സയ്ക്ക് മോശമില്ലാതെ വരാൻ പറ്റിയത്. അപ്പൊ ഇങ്ങേരിനെ സൈൻ ചെയ്യുന്നതുകൊണ്ട് ആള് ചെറുപ്പക്കാരനാണ്. അതേപോലെ 2 മില്യൺ എന്തോ റിലീസ് കോസ്റ്റിലാണ് എടുക്കുന്നത്. അതേപോലെ അതേപോലെ ഇതിന് ഈ ചങ്ങായിക്ക് വേണ്ടിയിട്ട് ഈ പരിക്ക് പറ്റുന്നതിന് മുമ്പ് 20ഓളം ക്ലബ്ബുകൾ ഈ ചങ്ങായിക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്നു. പക്ഷെ 20ഓളം ക്ലബ്ബുകൾ. അപ്പൊ അതേപോലെ ഇവൻ പറഞ്ഞിട്ട് റയൽ മഡ്രിഡിൽ കളിക്കണം എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഏറ്റവും വലിയ പ്ലെയർ ആയിട്ട് കളിക്കണം എന്ന് റയൽ മഡ്രിഡിൽ കളിക്കണം എന്ന് ആഗ്രഹം. പക്ഷെ ആളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ഇന്നലെ മുതലൊക്കെ ബാഴ്സ യൂണിഫോം ഇട്ടിട്ട് ആളുടെ ചെറുപ്പക്കാലത്തെ ഫോട്ടോകളൊക്കെ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഒരു ബാക്കപ്പ്, യമാലിന് ബാക്കപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും യമാലിന് ഇപ്പൊ നാളെ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ വിങ്ങിൽ കളിക്കണമെങ്കിൽ വേറൊരു പ്ലെയർ ഇല്ല. ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബാഴ്സലോണ ഈ ചെറിയൊരു 2 മില്യൺ എന്ന റിലീസ് ക്ലോസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ ഇങ്ങേരിനെ ഇനിയിപ്പോ സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് ഈ ക്ലബിന് ബാഴ്സലോണ ഒരു തുക കൊടുക്കേണ്ടില്ല. അങ്ങനെയുള്ള എഗ്രിമെന്റിലാണ് പായിരിക്കുന്നത്. അതെ, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അടുത്തത് കേൾക്കുന്നത് റാഷ്ഫോർഡിനെ കുറിച്ച് സ്റ്റാർട്ടിങ് മുതൽ കേൾക്കുന്നുണ്ട്. പക്ഷെ മുന്നേ കേട്ടതാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന ചാൻസ് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റാഷ്ഫോർഡിനെ ഒരു കൊല്ലം ലോണിൽ എടുക്കാനൊരു ചാൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ലോണിൽ എടുക്കാൻ. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോ ഉള്ളതിൽ വലിയൊരു 30 മില്യൺ കൊടുത്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കൊല്ലം എടുത്തിട്ട് ബൈബാക്ക് ഇത് എടുക്കാന്നുള്ളൊരു ഓപ്ഷനിൽ പിന്നെ അവർക്ക് അവിടെ റീപ്ലേസ്മെന്റ് കിട്ടുമ്പോ നൈസില് ചെറിയ അമൗണ്ടിൽ ഇങ്ങോട്ട് മേടിക്കാം. അതെന്താ വേറെ കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ റാഷ്ഫോർഡിനെ കൊണ്ട് ഇപ്പോ ഹാൻസി ഫ്ലിക്കിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഒരു സ്ട്രൈക്കറുടെ റോളിലേക്ക് ലെവൻഡോസ്കിക്ക് ബാക്കപ്പ് ആയിട്ടും അതേപോലെ വിങ്ങറിൽ കളിക്കാനും ഒക്കെ ആൾക്ക് പറ്റും. അപ്പൊ ഈ ഒരു സ്ട്രൈക്കർ റോൾ തന്നെ ആയിരിക്കും ലെവൻഡോസ്കിയും റാഷ്ഫോർഡും മാറിയിട്ടുള്ള കളിക്കുക. അപ്പൊ ഓക്കെ ആണെങ്കിൽ അടുത്ത 2-3 വർഷത്തിന് ഒരു സ്ട്രൈക്കറായിട്ട് റാഷ്ഫോർഡ് ഉണ്ടാവും. തീർച്ചയായിട്ടും. പിന്നെ വില്യംസ് സൈൻ ചെയ്യുന്ന ഏകദേശം ഉറപ്പ് പറയാനുള്ള കാരണം തന്നെ എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ ജോൺ ഗാർസിയനെ എസ്പാനിയോളിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. ആ സമയത്ത് ഈ ഉള്ള റിപ്പോർട്ട് ചെയ്ത മാർക്കിയും റൊമാനോ ഇവരൊക്കെ തന്നെയാണ് ഇതിനും റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. ഇവരുടെ ഇതാണ്. അതേപോലെ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും. പക്ഷെ ഇതിൽ ഇടയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ നിക്കോ വില്യംസിന്റെ കാര്യത്തിൽ. അത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച റിലീസ് ക്ലോസ് ചെയ്തിട്ട് ആളിനെ ബാഴ്സയുടെ സ്വന്തമാക്കുന്നത് വിചാരിക്കും. തീർച്ചയായിട്ടും എന്റെ ഒരു ഇതില് ബാഴ്സന്റെ ജേഴ്സിയിൽ കളിക്കാൻ തന്നെയാണ് ചാൻസ് ഉണ്ടാവുക. പിന്നെ അടുത്ത ഒരു സൈനിങ് എന്ന് പറഞ്ഞാല് മിഡ്ഫീൽഡിൽ ആയാലും ഡിഫൻസിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു സെന്റർ ബാക്കിനും കൂടി ആവശ്യമുണ്ട്. സെന്റർ ബാക്ക് ബാക്കി എല്ലാ സൈഡിലും ഓക്കെയാണ് ബാഴ്സയുടെ കാര്യത്തിൽ. സെന്റർ ബാക്ക് എന്ന് പറയുന്ന ഒരാളും കൂടിയിട്ട് വേണം. ഇനിയിപ്പോ ഇതൊക്കെ വരണമെങ്കിൽ ഇനി കുറെ കാര്യങ്ങൾ നടക്കണം. മൊണോക്കോയിലേക്ക് അൻസു ഫാത്തി പോകുന്നുണ്ട്. 1 വർഷത്തെ ലോണിലാണ് പോകുന്നത്. എന്താ പറയുക, ഡെക്കോ പറഞ്ഞിട്ട് അൻസു ഫാത്തി ചെറിയ പ്രായമാണ്, ഇനിയും കളിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ ലോണിൽ വിട്ടിട്ട് ആളുടെ ടൈമിംഗ് ഉണ്ടല്ലോ, ഫോം എടുക്കണം, അതേപോലെ ടൈമിങ്ങും കിട്ടണം. അതിന് വേണ്ടിയിട്ട് മൊണോക്കോയിൽ പോയി കളിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് പ്ലേയേഴ്സ് സ്റ്റേഗണ്, അതേപോലെ ഒരുപാട് അറോഹനെയൊക്കെ പേര് വരുന്നുണ്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും എത്രത്തോളം കറക്റ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ജുവന്റസ് ആണ് ഇപ്പൊ മുൻപന്തിയിലുള്ളത് അറോഹൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നും പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഇവിടെ കുറെ പ്ലേയേഴ്സിന് സാലറികൾ കൂടുതലാണ്. അതുകൊണ്ട് സെല് ചെയ്യാൻ എടുക്കുന്ന ക്ലബുകൾക്കും അത് അഫോർഡബിൾ ആവണം. ആ പ്രൈസിന് സാലറി കൊടുക്കാൻ 1 വർഷത്തിലെ സാലറി ഇത്ര മില്യൺ ആകുമ്പോൾ അത് കൊടുക്കാൻ തയ്യാറാവണം. എനിക്ക് തോന്നുന്നത് ചിലപ്പോ വയ്ക്കും, ചിലപ്പോ സെല് ചെയ്യുന്നതാണ്. കാരണം അതേപോലെ അറോഹോനെ സെല് ചെയ്യുന്നുള്ള വാർത്ത ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. അതേപോലെ ഫെർമിൻ ലോപ്പസിനെ സെല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് 60 മില്യൺ 70 മില്യൺ ഒക്കെ ചോദിച്ചിട്ട് ക്ലബ്ബുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബാഴ്സയ്ക്ക് ഇനിയുള്ള സൈനിങ്ങുകൾ വരണമെങ്കിൽ അൻസു ഫാത്തി ലോണിൽ പോയിട്ട് അതേപോലെ 1-2-3 പ്ലേയേഴ്സിന് സെൽ ഔട്ട് ചെയ്യണം. സെൽ ഔട്ട് ചെയ്താൽ മാത്രമേ ഈ സാലറി ക്യാപ്പ്. ഇപ്പോഴും ലാപ്പോട്ട പറയുന്നത് 1:1 നിൽക്കുന്നത്. പക്ഷെ എനിക്ക് എത്രത്തോളം അത് റെഡിയാണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ള ന്യൂസുകൾ എന്താണ്? പുതിയതായിട്ട് നമ്മളുടെ ഫ്രാൻസിന്റെ മെയിൻ മാനായ പോൾ പോഗ്ബ ബാനിന്ന് വന്ന് 4 വർഷത്തെ ബാനിന് 18 മാസമായി മാറി. ബാനിന്ന് വന്ന് AS മൊണാക്കോ അൻസു ഫാത്തിന്റെ ഒപ്പം മൊണാക്കോയില് 4 വർഷത്തെ ഡീലാന്ന് തോന്നുന്നു. 4 വർഷത്തെ ഡീലിലാണ് കളിക്കാൻ വരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ന്യൂസ് വരുന്നത് ലൂക്കച്ചൻ AC മിലാനിലേക്ക് പോയിട്ട് എന്നുള്ളൊരു ഡീലാണ്. അവിടെ 2 വർഷത്തെ കരാറിലാണ് ലൂക്ക മോഡ്രിച്ച് AC മിലാനിൽ കളിക്കാൻ പോകുന്നത്. ഒരു സങ്കടകരമായ ഒരു വാർത്ത. പക്ഷെ കഴിഞ്ഞിട്ട് കാര്യമില്ല. പ്രായങ്ങളാവുമ്പോ ഒരു ക്ലബ്ബ് എന്തായാലും ആ പ്ലേയേഴ്സിനെ വിട്ടുകൊണ്ടിരിക്കും. അതേപോലെ പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തുകൊണ്ടിരിക്കും. ലൂക്ക മോഡ്രിച്ചും ഇപ്പൊ KDBയും ഇപ്പൊ നേപ്പോളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ മൊത്തം ഇറ്റാലിയൻ ലീഗ് വീണ്ടും ആ വയസ്സൻ പടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായിട്ടും ഇനിയിപ്പോ ലുക്കാ മോഡ്രിച്ചിന്റെ കളി നമുക്ക് ഇറ്റാലിയൻ ലീഗിൽ, അതേപോലെ KBDന്റെ കളിയൊക്കെ നമുക്ക് KDBന്റെ കളിയൊക്കെ നമുക്ക് ഇനി ഇറ്റാലിയൻ ലീഗിൽ കാണാൻ പറ്റും. ക്രിസ്ത്യാനോ ഫാൻസിന് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ റൊണാൾഡോ അൽ നസറിൽ തന്നെ 2027 വരെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതും റെക്കോർഡ് തൂക്കിയൊക്കെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ അപ്പൊ എന്തായാലും ആശാന് സൗദി രാജാവായിട്ട് അവിടെ തന്നെ ഉണ്ടാവുന്ന പറയുന്നത്. അടുത്ത വേൾഡ് കപ്പ് കഴിയുന്ന വരെ, എന്താ പറഞ്ഞാൽ ഇനിയിപ്പോ കുറച്ച് സമയം കൊണ്ട് വേറൊരു ക്ലബ്ബിൽ പോയി കഴിഞ്ഞാലും ആൾക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളും. അപ്പോൾ സൗദി തന്നെ തുടരാനായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ ഉദ്ദേശിക്കുന്നത്. അതേപോലെ വേറെ ന്യൂസ് പറഞ്ഞാൽ സാന്റോസിൽ നെയ്മർ ജൂനിയർ ഡിസംബർ വരെ കരാർ പുതുക്കിയതാണ്. എനിക്ക് തോന്നുന്നു അവിടെയും സാന്റോസിൽ നിന്ന് ഒരു നല്ലൊരു ഓഫറിലേക്ക് പുതിയൊരു ക്ലബ്ബ് ഇപ്പോ ഏതെങ്കിലും യൂറോപ്യൻ ക്ലബ്ബുകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അതും പരിക്ക് മാറിയിട്ട് ഇപ്പോഴും പരിക്കിന്റെ പിടിയിലാണ്. അപ്പൊ ആള് അവിടെ തന്നെ നിന്ന് ഒരു സ്ട്രെച്ചിൽ റെഡിയായി വരുന്ന ശേഷം മാത്രം വേൾഡ് കപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി മാസങ്ങളേ ഉള്ളൂ വേൾഡ് കപ്പിന്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ നിന്ന് കളിച്ച് അല്ലെ, അതായിരിക്കും. അപ്പൊ ബ്രസീലിന്റെ തിരിച്ചുവരും. ഇപ്പൊ സെപ്റ്റംബറിലൊക്കെ ഇത് വരുന്നുണ്ട് യോഗ്യത മത്സരങ്ങൾ. അപ്പൊ ബ്രസീലിന്റെ സുൽത്താന് ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കാം. ഇപ്പൊ ഇനി സാന്റോസിന്റെ കളിയൊക്കെ ഇപ്പൊ വെക്കേഷനിൽ യമാലായിട്ട് അടിച്ചു പൊളിച്ചോണ്ടിരിക്കുന്ന ആശാന്. യമാല് ബ്രസീലിൽ പോയിട്ട് ഒരേ അടിച്ചുപൊളി രണ്ടുപേരും കൂടിയിട്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നെയ്മറിന്റെ ഒരു തിരിച്ചുവരാനായി കാത്തിരിക്കാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ഞങ്ങളെ വീഡിയോസ് നിങ്ങൾ ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും.